നമസ്കാരം. ഞാൻ രാധാ രാജു. അമ്മമനസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റംബൂട്ടാൻ വെച്ച് 2 ഐറ്റമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് പായസം, 2 പച്ചടി. പഴുത്ത റംബൂട്ടാൻ വെച്ച് പായസം വെക്കാം, പച്ച വെച്ച് പച്ചടിയും വെക്കാം. ഇതിനു മുമ്പ് ഞാൻ റംബൂട്ടാൻ വെച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞു കേട്ടോ. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഇത് പഴുത്ത ഇത് വെച്ച് നമുക്ക് പായസം വെക്കാം, പച്ച എടുത്ത് പച്ചടിയും വെക്കാം. ഇത് പൊളിച്ചതിൻ്റെ ഫ്ലഷ് എടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ സീസണല്ലേ റംബൂട്ടാൻ്റെ, അപ്പം കഴിവതും നമുക്ക് ഈ റംബൂട്ടാൻ ഉപയോഗപ്പെടുത്താം. അപ്പം ഈ ഓണത്തിന് നമുക്ക് പായസമായി, പച്ചടിയായി, പുളിശ്ശേരിയായി. ഓക്കെ, നമുക്ക് ആദ്യം പച്ചടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, റംബൂട്ടാൻ ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തു വെച്ചു. ഇതിൻ്റെ അകത്ത് പച്ചയായിട്ടുള്ളതൊക്കെ നമുക്ക് പച്ചടിക്ക് വേണ്ടി പൊളിച്ചെടുക്കാം. ഓക്കെ, എല്ലാം പൊളിച്ചെടുക്കട്ടെ. റംബൂട്ടാൻ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു. തൊലി കുറേ ഉണ്ട്. ഇതിൻ്റെ കുരുവും കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. റംബൂട്ടാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, കുരുവൊക്കെ കളഞ്ഞ്. ഇത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് അടുപ്പേ വെച്ച് വേവിക്കാം. റംബൂട്ടാൻ ഞാൻ 3 പച്ചമുളക്, ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ചട്ടിക്കകത്ത് അടുപ്പയിൽ വെച്ചു. ഇത് ചെറുതീയിൽ വേകട്ടെ. റംബൂട്ടാൻ ഇവിടെ വെന്തു, വെള്ളമൊക്കെ പറ്റി. ഇനി നമുക്ക് തേങ്ങ ചിരണ്ടി അരപ്പ് തയ്യാറാക്കാം. പച്ചടിക്കുള്ള തേങ്ങ ഞാനിവിടെ ചിരണ്ടിയെടുത്തു. 1 മുറി തേങ്ങ ചിരണ്ടിയെടുത്തു. 5-6 കാന്താരി മുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്. കടുക് ഒടുവിലൊന്ന് ചതച്ചെടുത്താൽ മതി. ഈ തേങ്ങ നമുക്ക് തൈര് ഒഴിച്ചാണ് അരച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. നമുക്ക് അരച്ച് കൊണ്ടുവരാം. പച്ചടിക്കുള്ള അരപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കി. തേങ്ങ തൈരൊഴിച്ച് അരച്ച് കൊണ്ടുവന്നു. ഇവിടെ റംബൂട്ടാനൊക്കെ ഇവിടെ വെള്ളമൊക്കെ വറ്റി റെഡിയായി. നമുക്കിനി അരപ്പ് ചേർക്കാം. തൈരൊഴിച്ചാണ് തേങ്ങ അരച്ചെടുത്തത്. പുളി അനുസരിച്ച് എടുക്കണം. നമ്മുടെ റംബൂട്ടാൻ വെറൈറ്റി പച്ചടി ഇവിടെ റെഡിയായി. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ശേഷം നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, റംബൂട്ടാൻ പച്ചടി ഞാൻ ഇവിടെ ഉപ്പൊക്കെ നോക്കി എല്ലാം റെഡിയാക്കി. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി കടുക് താളിച്ചൊഴിച്ചാൽ മതി. കടുക് താളിക്കാൻ ഞാൻ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചു. അപ്പോൾ അതവിടെ ചൂടാകട്ടെ. അപ്പോൾ ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ റംബൂട്ടാൻ വെച്ച ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്, അച്ചാറിടാം. അത് ഞാൻ പുറകെ കാണിക്കാം. കൊള്ളാം കേട്ടോ. അപ്പോൾ എന്തെല്ലാം വിഭവം നമ്മളുണ്ടാക്കി. ഇനി പായസം ഉണ്ടാക്കാൻ കിടക്കുന്നു, അച്ചാറുണ്ടാക്കണം. അപ്പോൾ പുളിശ്ശേരി ഞാൻ ആദ്യം ഉണ്ടാക്കി കാണിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ വെച്ചുള്ള പച്ചടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുകിടാം. കടുക് പൊട്ടട്ടെ.
റംബൂട്ടാൻ ഇവിടെ ചെറുതായിട്ട് ചൂടായി പച്ചടി. ഇനിയിപ്പോൾ നമുക്കിത് തീ ഓഫാക്കിയേക്കാം. കടുക് പൊട്ടിക്കാൻ വെച്ചു. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്നാണ്ട് മഴ. അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. കടുക് പൊട്ടുന്നു. ഉള്ളി വറ്റൽ മുളകൊക്കെ ഇടാം. ഉള്ളിയും വറ്റൽ മുളകൊക്കെ മൂത്ത് നമുക്കിനി പച്ചടിക്കകത്തേക്ക് ഒഴിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ റംബൂട്ടാൻ പച്ചടി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓണത്തിൻ്റെ സ്പെഷ്യൽ വിഭവമാണിത്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.